ഹലോ മച്ചന്മാരെ, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായിട്ട് മൈക്കില്ല, ഓർമ്മ വേണം, കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കണം. ഒരുപാട് നാളായി ഒരുപാട് പേര് എന്നോട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കുള്ള വ്യൂസ് അറിയാമല്ലോ, കുറച്ചേ ഉള്ളൂ. അതിൽ തന്നെ നമ്മൾ സ്ഥിരം വരുന്ന കുറച്ച് പ്രേക്ഷകരുണ്ട്. എനിക്ക് തന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് പേരുടെ പേര് കാണാപ്പാടമാണ്. ഐഷു നശിബ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പേരുകളുണ്ട്. അതൊക്കെ എനിക്ക് സ്ഥിരം എൻ്റെ ലൈവിലൊക്കെ വരുന്ന കുറച്ച് പ്രേക്ഷകർ. അവർ ചോദിച്ച സിമ്പിൾ ക്വസ്റ്റ്യൻസാണ്. ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചുകൂടി എന്തെങ്കിലും കിട്ടുമെന്നാണ്. പക്ഷേ സിമ്പിളായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളെ എന്നോട് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ ചിലതിന് എനിക്ക് കൃത്യമായൊരു ഉത്തരമാണെങ്കിലും ഉത്തരത്തിൻ്റെ കൂടെ അങ്ങനെ എല്ലാം കൊടുക്കാൻ പറ്റാത്ത. കാരണം ഞാൻ ആദ്യം മുതലേ ഞാൻ വായിക്കാം ഓരോരുത്തരും. അതിന് ആദ്യമായിട്ട് സാനു അനി 3105 എന്ന് പറയുന്നൊരു അക്കൗണ്ട്. അതിൽ ചോദിച്ചേക്കുന്ന എന്നോട് ബ്രോൻ്റെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ, മാരേജ് പിക്ക് ഷെയർ ചെയ്യുമോ എന്നാണ്. അപ്പോൾ എൻ്റെ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒന്നാമത്തെ കാര്യം എല്ലാവരും ഫ്രെയിമിൽ വരുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എല്ലാവരും നാട്ടിലില്ല. അത് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ ചോദ്യം അടുത്ത ചോദ്യത്തിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനിതിപ്പോൾ ഒരു വലിയ ഡയറി തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കാണ്. കുറേ ചോദ്യങ്ങളൊന്നുമില്ല, ആകെ 17 ചോദ്യം എന്തോ ഉള്ളൂ. അപ്പോൾ അതിനുള്ള ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഫാമിലി എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതല്ല. എൻ്റെ പെങ്ങളുടെ കല്യാണം വരുന്ന സമയമുണ്ട്. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ജൂൺ ജൂലൈ മാസത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ്. ആ സമയത്ത് എനിക്ക് ഈ പറയുന്ന ഫാമിലിയെ മൊത്തം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം പുറത്തുള്ള ആളുകളൊക്കെ നാട്ടിൽ വരും, അവരുടെ ഭാര്യമാർ എല്ലാവരെയും എനിക്ക് പരിചയപ്പെടുത്താൻ പറ്റും. ഞാനിപ്പോൾ സിനിമാറ്റിക് മോഡ് വരെ ഓഫാക്കിയിട്ട് ഷൂട്ട് ചെയ്യുന്ന കേട്ടോ. പിന്നെ മാരേജ് പിക്ക് ഷെയർ ചെയ്യാൻ. മാരേജ് എന്ന് പറയുന്നത് എൻ്റെ കല്യാണം നടന്നതെന്ന് വെച്ചാൽ എൻ്റെ പെങ്ങളുടെ കല്യാണം നടക്കുന്ന സമയം കൊറോണ വരുന്നതിന് തൊട്ട് മുമ്പ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ പെങ്ങളുടെ കല്യാണത്തിൻ്റെ കൂടെ എനിക്ക് കഴിച്ചാൽ മതിയായിരുന്നു. ഞാനപ്പോൾ വേണ്ടാന്ന് വെച്ചു, കുറച്ചുകൂടി കഴിയട്ടെ എന്ന്. അങ്ങനെ പെങ്ങളുടെ കല്യാണത്തിനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ തൻസീർ കൂത്തുപറമ്പ്, അന്ന് നമ്മുടെ ഇതിലുണ്ടായിരുന്ന ഒരുപാട് പേര് വന്നു. അന്നത്തെ ഇൻഫ്ലുവൻസേഴ്സ്, കാസർഗോഡ് ഡിസ്ട്രിക്റ്റുകൾ അത്യാവശ്യം ഇൻഫ്ലുവൻസേഴ്സ് വന്നിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് ഗംഭീരമായ കല്യാണമായിരുന്നു. നല്ല ഉഷാറാക്കി വലിയ രീതിയിൽ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് 1 മാസം ആകുമ്പോഴാണ് എൻ്റെ നിക്കാഹ് നടക്കുന്നത്. നിക്കാഹ് സിമ്പിളായിട്ട് പള്ളിയിൽ നിക്കാഹ് ചെയ്തു. നിക്കാഹിൻ്റെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഉണ്ടോയെന്നറിയില്ല. ഉണ്ടെങ്കിൽ ഞാനത് യൂട്യൂബിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആരൊക്കെയോ എടുത്തിട്ടുണ്ട്. ഖുദാഷാവൽ മാരേജ് ഫോട്ടോന്നോ നിക്കാഹ് ഫോട്ടോന്നോ ഒന്ന് അടിച്ചാൽ കിട്ടും. അതല്ലെങ്കിൽ ഞാനിതിപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടാവും കേട്ടോ സ്ക്രീനിൽ. അങ്ങനെ ആ ഒരു സംഭവം കുറച്ചിങ്ങോട്ട് വന്നോടി. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഏപ്രിൽ 1 എൻ്റെ നിക്കാഹ് നടക്കുന്നത്. ഏപ്രിൽ 1 എന്ന് പറഞ്ഞാൽ എന്താ ഫൂളിഷ് ഡേയാ, ഏപ്രിൽ ഫൂൾ ചെയ്യുന്ന ഡേ. അന്ന് തന്നെ ഞാനൊരു മണ്ടനായി അല്ലേടി. അങ്ങനെ ഏപ്രിൽ ഫൂളിൻ്റെ അന്ന്. അത് കഴിഞ്ഞിട്ട് ഓർക്കാൻ പറ്റിയ ടൈം അടുത്ത മാസം നെക്സ്റ്റ് ആണ്. നിന്റെ തലകെട്ടാവുന്നുണ്ട് ഞാൻ അങ്ങനെ കൈവച്ചാൽ. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ ദിവസം അത് മറന്നു. മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ മാസം തന്നെ എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയായിരുന്നു സർ. ഓഗസ്റ്റ് 5 എൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കര കൊറോണ മൂത്തിക്കുന്ന സമയമായതുകൊണ്ട് ഇവളുടെ വാപ്പ അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ അല്ലേടി. കൊറോണന്റെ അല്ല, ഒരു യെസ്, കൊറോണ മാത്രമല്ല ആ സമയത്ത് എൻ്റെ ഉമ്മയുടെ ഒരു ആങ്ങള ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. എന്ന് വെച്ചാൽ അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഭയങ്കര ഉഷാറായിട്ട് മാഷാ അല്ലാഹ് ആ കാക്ക ഉണ്ട്. നല്ലൊരു പാവ സാധുവായൊരു മനുഷ്യനാണ്. പുള്ളി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. മാഷാ അല്ലാഹ് അവിടുത്തെ കിംസ് ഹോസ്പിറ്റൽ കണ്ണൂരിലാണ് അവസാനം. എല്ലാ ഹോസ്പിറ്റലും റിജക്ട് ചെയ്ത് അവസാനം കിംസിലാണ് ആ മനുഷ്യന് ജീവിതം തിരിച്ചു കൊടുത്തത്. അപ്പോൾ ആ സാഹചര്യം ആയതുകൊണ്ട് കൊട്ടി ആഘോഷിക്കാത്തത്. മെയിനായിട്ട് ആ 2 കാര്യങ്ങളുണ്ടായിരുന്നുകൊണ്ട് ചെറിയ രീതിയിലായിരുന്നു. ഇവളുടെ ഒരു വീഡിയോ എന്തോ ഉണ്ടായിരുന്നു, അത് കിട്ടിയാൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അത് സിമ്പിളായിട്ട് ചെയ്തതാണ് കല്യാണം. അത് കഴിഞ്ഞിട്ട് ബുഷ്റ. നിങ്ങൾ എത്ര മക്കളാണ്? ഞങ്ങൾ മൊത്തം 8 മക്കളാട്ടോ. 8 മക്കളല്ല 12 ആയിരുന്നു. 4 മക്കൾ മരിച്ചു. എന്താണ് മോനെ, 4 മക്കൾ മരിച്ചു. ഇവനാണ് എനിക്ക് ഭൂലോക തലവേദന. മോനായതുകൊണ്ട് ഞാൻ പൊക്കി പറയല്ല, മാറിയെന്ന് പറഞ്ഞ വീഡിയോ ക്യാമറ ഓണാക്കും വരെ ഇങ്ങനെ നിൽക്കും. ക്യാമറ ഓണായ വെറുതെ അലമ്പുണ്ടാക്കും. ഇല്ലടാ, നോക്ക് അത് സെറ്റാക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അവൻ വിടൂല. പപ്പാൻ്റെ പുറ്റു ചിരിക്കുന്ന ഇവനാട്ടാ. അങ്ങനെ ഞങ്ങൾ 12 മക്കൾ. അപ്പം 4 മക്കൾ മരിച്ചായിരുന്നു. അതിലെനിക്ക് ഏറ്റവും വിഷമായതൊരു റഹ്മാൻ എന്ന് പറയുന്നൊരു മോൻ മരിച്ചപ്പോഴാണ്. പ്രസവിച്ചൊരു 40 ദിവസമൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അവനെ ആട്ടിയ തൊട്ടിലൊക്കെ കാണുമ്പോൾ സീരിയസ്ലി
എൻ്റെ പൊന്നോ ആ സമയത്ത് ഞങ്ങൾ ദിവസവും ഉമ്മ വെക്കുകയും ചുംബിക്കുകയും താരാട്ട് പാടുകയൊക്കെ ചെയ്യുന്ന ഒരു മോൻ പെട്ടെന്ന് മരിച്ചു എന്നൊക്കെ പറയുമ്പോഴൊരവസ്ഥ അത് വലിയൊരു കഥയാട്ടാ. ഞാൻ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു. രാവിലെ തന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് പറയുന്നു നിൻ്റെ അനിയൻ മരിച്ചു പോയല്ലോ. ഷോക്കായിപ്പോയി. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ അൽഹംദുലില്ലാ 8 മക്കളിൽ 6 ആണ്, ഞാൻ രണ്ടാമത്തതാണ്. എനിക്കൊരു ഇക്കയുണ്ട്. ഇക്കാക്ക് കല്യാണം കഴിഞ്ഞു. ഇക്ക ഭാര്യയായിട്ട് ഗൾഫിലാണ്. എനിക്ക് കല്യാണം കഴിഞ്ഞു. എൻ്റെ ഒരു അനിയന് കല്യാണം കഴിഞ്ഞു. അതാണ് അനിയൻ്റെ ഭാര്യ ഇഷാന. എപ്പോഴും ഇഷാന ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു അനിയന് കല്യാണം നോക്കുന്നുണ്ട്. എൻ്റെ പെങ്ങളുടെ കല്യാണം ചെറുക്കൻ സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ പെങ്ങളുടെ കല്യാണത്തിൻ്റെ കൂടെ കഴിക്കാൻ നിൽക്കുകയാണ്. ബാക്കി 2 പേര് പഠിക്കുകയാണ്. അവരിപ്പോൾ അവർ ഇപ്പോൾ തയ്യാറാണ് കെട്ടാൻ. പക്ഷെ കെട്ടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, നാറികൾ. പിന്നെ 2 പെങ്ങന്മാർ. ഒന്ന് കല്യാണം കഴിഞ്ഞ് ഒരു കുരിപ്പുണ്ട്, ഒരു കൊച്ചു കുരിപ്പ്. എൻ്റെ മോൻ്റെ വയസ്സാണ്. അളിയൻ ഗൾഫിലാണ്. അളിയൻ കല്യാണം കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്തുള്ളൊരു നാട്ടിലെ പള്ളിയിലെ ഒരു ഉസ്താദിൻ്റെ മകളാണ്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ സുബാനാസ് വേൾഡ്. ഇത്തയെ പറ്റിയുള്ള പോസിറ്റീവും നെഗറ്റീവും അതുപോലെ തിരിച്ച് ഇക്കയെ പറ്റിയുള്ള നെഗറ്റീവും ഇത്ത പറയണമെന്ന് പറയാം. അപ്പോൾ എനിക്ക് നീ പറയാം എന്നെക്കുറിച്ചുള്ളൊരു അല്ലല്ല എൻ്റെത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ പറയും എന്നെക്കുറിച്ചുള്ള പോസിറ്റീവ് ആദ്യം പറയും, അല്ല നെഗറ്റീവ് പറയും. എനിക്ക് തോന്നുന്നത് ഞാൻ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. മേ ബി അതായിരിക്കും. ദേഷ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഓവറായിട്ടല്ലെങ്കിലും ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്തത് ആരോടായാലും തുറന്നു പറയും. അതിൻ്റെ പേരിൽ എനിക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ കുറേ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ കുടുംബത്തിൽ അതിലുപരി ഒരുപാട് പേർക്ക് ഞാൻ ഒരു ഉപകാരം ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ്. പക്ഷെ അതായിരിക്കും എന്നറിയില്ല ഇവളെ മൈൻഡ് എന്താന്ന്. അതന്നെ നെഗറ്റീവ് ഉറക്കെ പറഞ്ഞോ, കേൾക്കൂല. നെഗറ്റീവ് ചെല്ലെങ്കിലേ അതന്നെ പെട്ടെന്ന് ചൊടി വരുന്നത്. പക്ഷെ ചൊടി വരുന്നത് ഒരു 5 മിനിറ്റ് ആയെങ്കും പിന്നെ കൂളാണ്. പക്ഷെ എനിക്ക് സ്നേഹമില്ലടി. പിന്നെ ഒരു കാര്യം, ഫോൺ നോക്കിയെങ്കും മൈൻഡ് ഇല്ല. പിന്നെ ഇനി എന്ത് ബോംബ് അവിടെ ഒരു കാര്യം എന്ത് ബോംബ് പൊട്ടിയെങ്കും ചിലപ്പോ ഞാൻ പണിയെടുത്തിട്ട് വച്ചിട്ട് വന്നിട്ട് ദസോ അങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഫോൺ തന്നെ കുറച്ചു നേരം കഴിഞ്ഞ പിന്നെ വെക്കും അങ്ങനത്തെ ഒരു ചിന്ത. അവിടെ ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഫോണിന്റെ ഏതിലാണെന്നും കൂടി പറയണം. കാരണം ഞാൻ ഒരു വ്ളോഗ് ദിവസവും റീലും ഒക്കെ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പം അത് കൃത്യസമയത്ത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റണം. അല്ല ബ്ലോഗ് അല്ലാതെ സമയത്ത് ഫസ്റ്റ് ഒരു ക്യാൻഡി ക്രഷ് എന്ന് വെച്ചാൽ നീത്തി അത് ഇവര് വേറെ തെറ്റിയിരിക്കൂട്ടാ. മൊത്തത്തിലല്ല, അത് എന്റെ വ്ളോഗാണെന്ന് ആൾക്കാരെ നിങ്ങൾ പറ. ഞാൻ ഫുൾ ടൈം ഫോണിലാണ് വ്ളോഗിന്റെ വീഡിയോസിലാണ്. വേറെ മെസ്സേജ് അങ്ങനത്തെ ഇങ്ങനത്തെ കോൾ അതൊന്നും അല്ല. ആകെ ഒരു ഫസ്റ്റ് ടൈമില് ഒരു ക്യാൻഡി ക്രഷ് രാത്രി ഒരു 10 മണിക്ക് പിടിച്ചെങ്കിൽ ഞാൻ ലാവല്ലോ ഒരു 2 മണിക്കല്ലേ സാറെങ്കിൽ ക്യാൻഡി ക്രഷ്. അതായത് രാത്രി ഒരു 10 മണിക്ക് തുടങ്ങി ഇവളെ ഉറങ്ങിയിട്ട് 2 മണിക്ക് ഇവൾ എണീക്കുമ്പോഴും ഞാൻ ക്യാൻഡി ക്രഷ് കളിക്കുമായിരിക്കും എന്നാണ് പറയുന്നത്. ശരിയാ, എനിക്കൊരു അഡിക്ഷൻ ഉണ്ടായിരുന്നു ക്യാൻഡി ക്രഷിനോട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് ഇടാം. 11,000 സംതിങ് എന്തോ ലെവല് ഞാൻ പാസ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ഭ്രാന്തുണ്ടായിരുന്നു. എന്ന് വെച്ച് നിങ്ങൾ ഈ മൊത്തത്തിൽ തെറ്റിദ്ധരിക്കണ്ട കേട്ടാ. ഇവളെ ഒന്നും കെയർ ചെയ്യാത്ത പോകുന്ന ആളെന്നല്ല. ഡിങ്കോൾഫി മംഗാള അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഒരു നെഗറ്റീവ് കഴിഞ്ഞ് പോസിറ്റീവ് ഉറക്കെ പറഞ്ഞോ, കേൾക്കൂല. എന്തായിട്ടുണ്ടാ പോസിറ്റീവ് ഞാൻ എന്തെങ്കിലും കാര്യം ചെല്ലിട്ടാകുമ്പോ കുറച്ച് റിയാക്ട് ആക്കും, പിന്നെ അത് അതിൻ്റെ ഒക്കെ നിൽക്കും. അതെനിക്കൊരു പോസിറ്റീവ്. ചില കാര്യങ്ങൾ ഇവള് പറയുന്നത് സത്യമാണ്. ഇവള് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്തതാണ് പറയുന്നത്. ആ സമയത്ത് ഞാൻ റിയാക്ട് ചെയ്യും. അത് ശരിയായ നടപടി അല്ലാന്നൊക്കെ പറഞ്ഞാലും പിന്നെ ഞാൻ ചിന്തിക്കും എന്തായാലും തെറ്റാണെങ്കിൽ തെറ്റ് പോട്ടെ, ഇവളാഗ്രഹമല്ലേ അത് നമുക്ക് നടത്താമോ, അത് ഓക്കെ ശരിയാണ്. പിന്നെ എനിക്കൊരു നെഗറ്റീവ് ഇവളിലുള്ളത് എന്താണെന്നറിയോ, എവിടെയെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികം ഇപ്പോൾ കുടുംബക്കാർക്കായാലും കൂട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ വരെ ഓടിപ്പോവും. അപ്പോൾ ഇവള് പൊതുവേ ഒരു ശരിക്കുള്ള ഒരു ഭാര്യയുടെ ഞാൻ എൻ്റെ പറയാണ് കേട്ടോ, പോസിറ്റീവ് നെഗറ്റീവ്. അതിൽ ഇവളെ നെഗറ്റീവ് പറയാം. അപ്പോൾ പെട്ടെന്ന് ഒരാൾ വിളിച്ചിട്ട് പറയുന്നത് എടാ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ടാ ഒന്ന് ഹാൻഡിൽ ചെയ്യോ, രാത്രി 2 മണിയാണ്. അല്ലെങ്കിൽ കുടുംബത്തിലൊരാൾ വിളിച്ചിട്ട് ഒന്ന് വീട്ടിലിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ പോകുമ്പോൾ ഇവള് പറയും നീ എന്തിനാ പോകുന്നത്, നീ അവരുടെ പ്രശ്നത്തിന് ഇടപെട്ടിട്ട് നാളെ നിനക്ക് ആരും ഉണ്ടാവില്ല, നിനക്കൊരു പ്രശ്നം വരുമ്പോൾ. എനിക്കൊരുപാട് പ്രശ്നം വന്നപ്പോൾ ആരും ഉണ്ടായിട്ടില്ല. അവൾ പറയുന്നതിൽ ന്യായമുണ്ട്. പക്ഷേ അത് അവൾക്കൊരു നെഗറ്റീവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഞാനെപ്പോഴും എൻ്റെ ഉമ്മാനോട് എല്ലാവരോടും പറഞ്ഞ് ശീലിച്ചൊരു കാര്യം, നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ നമ്മൾ ഏത് രാത്രി ആയാലും നമ്മൾ
നമ്മുടെ ഇപ്പം അനിയനായിരിക്കാം, നിങ്ങളുടെ മകനായിരിക്കാം, ആരായാലും അവരൊരു സഹായം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അവരെ തടയരുത്. അവരെ രാത്രി, കാരണം അവരുടെ ഉദ്ദേശം നല്ലതായതുകൊണ്ട് തന്നെ അവരെ തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ എത്തിക്കേണ്ടത് പടച്ചോൻ്റെയും കൂടി കടമയാണ്. അപ്പം മാക്സിമം പടച്ചോൻ്റെ ഭാഗത്തു നിന്ന് നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം. അതിൽ ഇവൾ കുറച്ച് നെഗറ്റീവാണ്. ഒരു പ്രശ്നത്തിന് ഞാൻ പോകും, പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഉണ്ടെന്നല്ല കേട്ടോ, പാവ ഞാൻ. നമ്മുടെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവുമല്ലോ രാത്രിയിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ ഹോസ്പിറ്റൽ കേസിനൊന്നും ഇതുവരെ തടഞ്ഞിട്ടില്ല, ഞാൻ പറയാം. അതാണ് ഇവളൊരു നെഗറ്റീവ്. അതിനുപരി ഇവളുടെ ഭാഗത്തുനിന്ന് എനിക്ക് അത്ര വലിയ നെഗറ്റീവ് ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ലക്കായിട്ട് ഇവളെ പോസിറ്റീവ് എന്ന് പറയുന്നത്, എനിക്ക് ഇങ്ങനെ ഒരു പൊട്ടിയെ കിട്ടിയല്ലോ എന്നുള്ളത് ഭയങ്കര ലക്കാണ്. കാരണം ഞാൻ വേറൊരു കുട്ടിയായിരുന്നെങ്കിൽ എന്നെപ്പോലൊരു നാറിയൊക്കെ സഹിക്കുക എന്ന് പറയുന്നത് അൺലിമിറ്റഡ് അൺസഹിക്കബിളാണ്. അപ്പോൾ അതിൽ ഇവള് പോസിറ്റീവാണ്, സീരിയസ്ലി പോസിറ്റീവാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കലുണ്ട് വേറൊരു കുട്ടിയായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നുള്ളത്. കാരണം ഞാൻ പൊതുവെ ആണുങ്ങളുടെ സ്വഭാവം അതാണല്ലോ, നമ്മൾ പിരിച്ചെടുത്ത് കിടക്കൂല എന്ന് പറയുന്ന ആ ഒരു കൂട്ടത്തിൽ വരുമ്പോൾ നമ്മൾ സഹിക്കാനൊരു പെണ്ണ്, സഹിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ ആക്രമിക്കൊന്നുമില്ല കേട്ടാ, നിങ്ങൾ അങ്ങനെയൊന്നും കേട്ടല്ലേ, ഞാനതേ പാവാണേ, അല്ലാതെ ഇങ്ങനെ വരുന്ന കാര്യങ്ങളിൽ ഇത്രേ ഉള്ളൂ. അതിന് അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് എനിക്ക് നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും നിലവിൽ പറയാനില്ല. ഇനി ഇവളെ സ്വഭാവം മാറിയാൽ ഞാൻ പറയൂട്ടാ, അത് നിങ്ങൾ ചോദിക്കാതെ തന്നെ ഞാൻ അങ്ങോട്ട് പണയും. അടുത്തത് ഷാനി, നിങ്ങളുടെ വലിയ ഡ്രീം ഇവളെ എടുത്ത് കളയാൻ നല്ലൊരു ജീവിതം നയിക്കുക എന്ന് അല്ല. വലിയ ഡ്രീം എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റ് ഒരു ഡ്രീം ഉണ്ടായി, ടിക്ടോക്ക് വന്ന പിന്നെ നല്ലൊരു ക്യാമറ എടുക്കണമെന്നുണ്ടായി, ഫസ്റ്റ് ഡ്രീം അത്. പിന്നെ മെയിൻ പ്രശ്നം എന്താ അറിയോ, ഇയാളെ അല്ല ഓപ്പൺ ആയിട്ട് പറയുന്നതിന് വേണ്ട, നീ പേഴ്സണൽ ലൈഫിലേക്ക് കുറെ പേര് ബാധിക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത്, ഒരിക്കലും പറയരുത്. നമ്മളെ ലൈഫായി, നമുക്ക് ചുറ്റിനും വന്നവര് അവരെങ്ങനെങ്കിലും ജീവിച്ചോട്ടെ, നമ്മള് ആരെയും കുറ്റപ്പെടുത്താനൊന്നുമില്ല. ചുറ്റിനല്ല ഞാൻ ചെല്ലിയത്, അതായത് നല്ലൊരു എന്താ പറയുന്ന ഫസ്റ്റ് ഒരു ഈ ഒരു എന്താ പറയുന്ന കുറെ സമയമൊന്നുമില്ല നീ ഈ ഒരു എന്നൊന്ന് ഇറക്കിക്കൊണ്ടു പോവാന്. ഡ്രീം എന്ന് പറഞ്ഞാൽ ഇവളുദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് എനിക്ക് ഒരു സ്റ്റുഡിയോ ലെവൽ സംഭവങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. എനിക്ക് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നൊരു തോതിൽ ഞാൻ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ആ സമയത്ത് അത് എനിക്ക് വർക്കായില്ല എന്ന് പറഞ്ഞാൽ അന്ന് ഫണ്ട് ഇഷ്യൂ വന്നു. രണ്ടാമത്തേത് എനിക്ക് ഈ ഷൂട്ട് കാര്യങ്ങളുടെ തിരക്ക് വന്നു. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആ സംഭവം നടന്നില്ല. പക്ഷേ അത് അന്നും ഇന്നും എന്നും എനിക്ക് നിലകൊണ്ടിരുന്ന ആദ്യത്തെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സിനിമയായിരുന്നു. അത് ഇനിയൊട്ടും നടക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആ പ്രതീക്ഷ വിട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പത്തെ വ്ളോഗിലൊക്കെ ഞാൻ അതിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരസ്പരം പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഈ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇപ്പോൾ നിലവിലുള്ളത്, എനിക്ക് ഇവള്, എൻ്റെ 2 മക്കൾ, അൽഹംദുലില്ലാ, ഉമ്മ, ഇതേ പറയുന്ന എൻ്റെ പെങ്ങന്മാരെല്ലാവരും ചേർത്ത് വെച്ച് ഇപ്പം എൻ്റെ വീട് നിങ്ങൾക്കറിയാമല്ലോ, ഒരു സാധാ വീടാണ്, ഒരു വീട്, നമുക്ക് താമസിക്കാൻ പറ്റിയൊരു വീട്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പോൾ ഈ വീട്ടിൽ നിന്നും എനിക്ക് ഒന്നുകൂടി മാറണം, എനിക്കൊരു പ്രൊമോഷൻ, ഒരു നല്ല കൊച്ചു വീട്ടിലേക്ക് മാറണം എന്ന് വെച്ച് ഭയങ്കര കോടികളെ വീടൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു ഫ്രെയിം ഒക്കെ കിട്ടുന്ന നല്ല വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വീട് എനിക്ക് വേണം ഇൻഷാ അല്ലാ, ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ, അത് അത്ര ആഗ്രഹം എനിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് വലിയ ഒന്നുമില്ല. എനിക്ക് കോടികൾ സമ്പാദിക്കുന്ന സെലിബ്രിറ്റി ആവണമെന്നൊന്നുമില്ല. അതാവണമെന്ന് പൈസയൊക്കെ വേണമെന്നുണ്ട്, പക്ഷേ ഈ പറയുന്ന പോലെ അമിതമായിട്ടൊന്നുമില്ല. ഷാഫി അസ്മി, നിങ്ങൾ 2 പേരുടെ ഓൾഡ് പിക്ക് കാണിക്കോ, ലവ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ സീരിയസ്ലി ലവ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എമ്മാതിരി ഫോട്ടോസ് ആയിരുന്നു എന്ന് പറയാം. അന്ന് ഈ ഇതുപോലത്തെ അൺറൊമാൻറ്റിക് അല്ല, അന്ന് റൊമാൻസ്, അന്ന് ഭയങ്കരമായ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഫോൺ ഒരു ദിവസം പെട്ടെന്ന് IC അടിച്ചു പോയി. ഡിസ്പ്ലേ പോയാൽ ഞാൻ മാറുമായിരുന്നു, ICയോടെ കോരിക്കൊണ്ട് പോയി ആ ഫോൺ. എനിക്ക് വേറെ എവിടെയും സ്റ്റോക്ക് വെച്ചിട്ടില്ല എന്ന്. എനിക്ക് ഏകദേശം തോന്നുന്നൊരു 6000-ന് മേലിൽ ഫോട്ടോസ്, സീരിയസ്ലി 1000 സംതിങ് ഫോട്ടോസ്. 6000 ഫോട്ടോസ് ഒരേ കോസ്റ്റ്യൂമും അല്ല, അതാണ് നോക്കേണ്ടത്. 6000-ൽ ഒരു കോസ്റ്റ്യൂം ഇട്ട്, അതായത് ഒരു പ്രാവശ്യം എടുക്കുമ്പോൾ ഒരു 10-15 ഫോട്ടോ ഉണ്ടാവും. ഈ 3 വർഷം കൊണ്ട് എടുത്ത 6000 ഫോട്ടോസാണ് എൻ്റെ മിസ്സായിപ്പോയി. ഒരു നിവൃത്തിയില്ല. ഞാൻ കുറേ നോക്കി എൻ്റെ ഗൂഗിൾ സ്റ്റോറിൽ എവിടെയെങ്കിലും കയറിയിട്ടുണ്ടോന്ന്, എവിടെയില്ല ബ്രോയോ സിസോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇടാനും കാണിക്കാനും പറ്റൂല, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചേനെ. ആ സമയത്തൊക്കെ ഇവൾ ഇങ്ങനെയാ, എന്ത് സുന്ദരിയാന്നറിയോ, ഇപ്പോഴും സുന്ദരിയാപ്പാ ഇല്ലേ. ഐഷു നസീബ, ഇക്കാൻ്റെ അനിയൻ എവിടെ നിന്നാണ് മാരേജ് ചെയ്തത്? നീലേശ്വരത്ത് നിന്നാടാ മാരേജ് ചെയ്ത. എവിടെ നിന്നല്ല, ഒളിച്ചോടിയതാ. സീരിയസ്ലി
എന്നിട്ട് ഇന്റർകാസ്റ്റ്. ഇൻ്റർകാസ്റ്റാണ്. അപ്പോൾ അത് കുറേ സംഭവ വികാസങ്ങളുണ്ടായിരുന്നു. അന്നൊക്കെ നമ്മളൊക്കെ കുറേ കൂടെ നിന്ന് അത് സെറ്റ് ചെയ്ത്. ഇപ്പോൾ അടിപൊളിയാണ്, രണ്ടുപേരും പരസ്പരം ഒരു കുഞ്ഞൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ചെറുക്കൻ ഇപ്പോൾ ഖത്തറിലാണ്. റഷീദ് സീനത്ത്, നിങ്ങളുടെ അനിയന്മാരെ മാരേജ് കഴിഞ്ഞു? ഞാൻ പറഞ്ഞു അതിനുള്ള ഉത്തരം. ഒരു അനിയൻ്റെ കഴിഞ്ഞു, ബാക്കിയുള്ളവരിങ്ങനെ വെയിറ്റിംഗ് ആണ്. എപ്പം പറഞ്ഞ് എന്നും പറഞ്ഞ് വെയിറ്റിംഗ് ആണ്. അടുത്തത് സിയാസ് അനൂപ്പ്. ഇക്കയുടെയും ഇത്തയുടെയും വീട്ടിൽ ആരൊക്കെയുണ്ട്? എനിക്ക് രണ്ടാളെ ഒരുപാട് ഇഷ്ടമാണ്. ഇനിയും ഒരുപാട് ഉയർച്ചയിലെത്താൻ കഴിയട്ടെ. താങ്ക് യു മുത്തേ, താങ്ക് യു. ഇൻഷാ അല്ലാ. ഇവളുടെ വീട്ടിൽ, എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞു, ഇവളുടെ വീട്ടിൽ ഇവൾക്ക് 3 അനിയന്മാരുണ്ട്, ഒരു ഉപ്പ ഉമ്മയും, പിന്നെ ഞങ്ങൾക്കൊക്കെ പിന്നെ 10 ഉപ്പയും 10 ഉമ്മയാണല്ലോ. ഞാൻ വലിയത്. 3 ആങ്ങളമാർക്ക് ഒരു പെങ്ങ, 3 ആങ്ങളമാർക്ക് ഒരു കുരിശ്. അങ്ങനെ ഈ കുരിശിനെയും താങ്ങി 3 ആങ്ങളമാർ അവിടെ ഇവിടെയും കിടക്കുന്നു. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയോ? 3 പേർക്കും ഭയങ്കര കാര്യമായി ഇവളെ. മാഷാ അല്ലാ. അവർ പണിയെടുക്കുന്ന പൈസ മൊത്തം അയച്ചു കൊടുക്കുന്നത് ഇവളുടെ അക്കൗണ്ടിലേക്കാണ്. ഞാനൊരു പ്രാവശ്യം പറഞ്ഞു, കല്യാണം കഴിയുന്നവരെ കാണുമോളെ, അതൊക്കെ കഴിഞ്ഞാൽ അവളുടെ കയ്യിലായിരിക്കുന്നു. അപ്പോൾ ഇവള് വാശി പിടിക്കുക. അതൊക്കെ ചുമ്മാ പറയാം. എൻ്റെ അനിയന്മാർ അതൊക്കെ നമ്മൾ കണ്ടതാ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ശത്രുക്കളെ പോലെയാ മിക്ക വീട്ടിലും. അങ്ങനെ ആവാതിരിക്കട്ടെ, പ്രാർത്ഥിക്കാം. പിന്നെ ഗോൾ ഓഫ് ജാഷ്, രണ്ടാളുടെയും പോസിറ്റീവ് നെഗറ്റീവ് പറയോ? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു മുത്തേ. ഓക്കെ, ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെന്തോ ഇതെന്തെന്നാ റഫീഖ് ഫൗസി. അടുത്തത് റഫീഖ് ഫൗസി. നിങ്ങളെ ഫാമിലി എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. മീൻസ് എൻ്റെ ഫാമിലിയെ കുറിച്ചായിരിക്കും. നമ്മളെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞല്ലോ. ഐഷു നസീബ വീണ്ടും ഇതൊക്കെ ഇത് തന്നെയാണ് പണി. നിങ്ങൾ എത്ര സിബ്ലിങ്സ് ഉള്ളത്? ഞങ്ങൾ അതും പറഞ്ഞു കേട്ടോ. ഇനി 8 മക്കളെ കാര്യങ്ങൾ അതും പോയി. ഫാത്തിമ ലിബ ഫാമിലി ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? 2 പേരുടെ. ഇഷാൻ്റെ വീട് എവിടെ? ഇഷാൻ്റെ വീട് നീലേശ്വരം. ഫാമിലിയുടെ കാര്യം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു. കല്യാണം വരുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റാക്കാം. നജ്മി എനിക്ക് ഒരുപാട് ആൽബം ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഒരു പൊസിഷൻ എത്തിപ്പെടാത്തതിൻ്റെ കാരണം. പൊസിഷൻ എത്തിപ്പെട്ടതാടാ, ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഞാൻ അടിപൊളിയായിട്ട് മാഷാ അല്ലാ പോയിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് എനിക്കൊരു പാനിക് അറ്റാക്കും പിന്നെ കുറച്ച് IBSൻ്റെ ഒക്കെ പ്രശ്നം വന്നു, വൈറൽ കാര്യങ്ങളായിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാവാൻ തുടങ്ങി. പുറത്തു പോകാൻ, ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമില്ല. വർക്ക് ചെയ്യാൻ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. സീരിയലിൽ നിന്ന് ഞാൻ മാഡത്തോട് പറഞ്ഞ് എൻ്റെ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. സീരിയൽ വന്നാൽ എടുക്കൂല, ആൽബം ചെയ്യൂല, ആൽബം നിർത്തി. വീട്ടിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥ വന്നു. കാരണം എനിക്ക് അങ്ങനെ ഒരു മാരകമായൊരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഒരു 2-2.5 വർഷം. അപ്പോൾ ടോട്ടലി എൻ്റെ മാർക്കറ്റ് ഒടിഞ്ഞു. ഞാൻ അത്യാവശ്യം മില്യൺ വ്യൂസൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയല്ലേ. പിന്നെ എൻ്റെ വർക്കുകൾ വരുന്നതിൻ്റെ എക്സ്പ്രഷനൊക്കെ എനിക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും, പെർഫെക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, വെറുതെ ഒരു വർക്ക് ചെയ്തിട്ട് എന്ത് കാര്യമാണ്. അങ്ങനെ ഞാൻ ഡയറക്ഷൻ ചെയ്യാൻ വന്ന വർക്ക്, ആക്ട് ചെയ്യാൻ വന്ന വർക്ക് എല്ലാം ഞാൻ നിർത്തി. പിന്നെ ഹോസ്പിറ്റൽ കേസായിട്ട് എനിക്ക് ഒരുപാട് ലക്ഷങ്ങളുടെ ചിലവ് വന്നു. എൻ്റെ സേവിങ്സ്, എൻ്റെ എല്ലാ തൊലിയും അതിലൂടെ നശിച്ചു. പിന്നെ ഞാൻ ഒന്നേന്ന് തുടങ്ങാൻ വീണ്ടും കൊല്ലം കണ്ണനല്ലൂരുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വർക്കിന് പോയി. അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ അവിടെ നിന്ന് എൻ്റെ കുറച്ച് കടങ്ങളൊക്കെ നീട്ടി പിന്നെ ഇങ്ങനെ വന്നു. ഇപ്പോൾ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അൽഹംദുലില്ലാ. ഇപ്പം എന്നോട് നിങ്ങൾ ജോലി എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ജോലിയില്ല. യൂട്യൂബിൽ നിന്ന് ഒരു ചെറിയ വരുമാനം കിട്ടും, ഷോർട്സിൻ്റെയും പിന്നെ ഈ പ്രൊഡക്റ്റ് സെയിലിൻ്റെയൊക്കെ. ഫേസ്ബുക്കിൽ നിന്നൊരു വരുമാനം കിട്ടും, കൂട്ടത്തിൽ പരസ്യങ്ങൾ എന്തെങ്കിലും കിട്ടും. ഇങ്ങനെയായിട്ട് നിലവിലിപ്പോൾ പോകുന്നത്. പക്ഷേ എൻ്റെ പഴയൊരു ലൈഫ് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അത് തിരിച്ചെടുക്കാൻ പറ്റും. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ആൽബമൊക്കെ. അപ്പോൾ എനിക്ക് ഇൻക്വറിയൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങി. പക്ഷെ വന്നതൊന്നും അത്ര എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. അതിലൊരു പാട്ട് ഞാനിപ്പോൾ വന്നിട്ടുണ്ട്. ഉടനെ ഞാൻ ഇവളും തമ്മിലൊരു ആൽബം ചെയ്യാന്നുള്ളൊരു പ്ലാനിലുണ്ട്. ഒരു കുഴപ്പമില്ല. റാഷിദ് വളത്തൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി പാടിയ പാട്ടാണ്. പുള്ളിക്കാരൻ്റെ വേറെയും 1-2 പാട്ടുകളുണ്ട്. ഒരു സിനിമാറ്റിക് ടച്ചുള്ളൊരു സാധനം. അപ്പോൾ അത് ചെയ്യാന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ അല്ലേ സജ്മി? പിന്നെ സിബ്ലിങ്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് യൂട്യൂബ് തുടങ്ങാൻ ഇത്ര താമസിച്ചത് എന്ത്? മുമ്പ് ഇവൾ ഫ്രെയിമിൽ വരാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് യൂട്യൂബ് തെങ്ങും മലയും കാണിച്ച കാര്യമില്ലല്ലോ. ഞാൻ ഒരു ഫാമിലി മാനാണ്. സീരിയസ്ലി പറഞ്ഞാൽ ഞാൻ കച്ചറിയാണ്, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ ഒരു ഫാമിലി മാനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഇപ്പോൾ ഫാമിലിയുടെ കൂടെയാണ്. ഞാൻ ഈ ഫ്രണ്ട്സുമായിട്ട് കറങ്ങടിച്ച് നടന്നൊരു മനുഷ്യനാണ്. വീട്ടിൽ നിൽക്കാതെ പരാതിയായിരുന്നു എൻ്റെ ഈ ഭാര്യ, ഇവക്കും ഉമ്മാക്കും എല്ലാവർക്കും. പണ്ട് ഉമ്മാക്കായിരുന്നു, ഇവൾ വന്നതിന് ശിവക്കായിരുന്നു. പിന്നെന്തോ എനിക്ക് മക്കളായതിനു ശേഷം ഞാൻ ടോട്ടലി മാറി. എൻ്റെയൊക്കെ ആത്മാർത്ഥ സുഹൃത്തുക്കളെയൊക്കെ കണ്ടിട്ട് വർഷങ്ങളായി. സീരിയസ്ലി അവർ നാട്ടിലുള്ള സമയത്ത് പോലും ഞാൻ അവരെ കാണാൻ വന്നിട്ടില്ല. കാരണം ആ സമയത്ത് ഞാൻ ജോലിയിലായിരിക്കും. പിന്നെ അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം വന്നിട്ടില്ല. അങ്ങനെ മാറിയതാ. ഇല്ലെങ്കിൽ ഞാൻ
ഞാനിപ്പോൾ ഫുൾ ടൈം വീട്ടിലാണ് സത്യം പറഞ്ഞാൽ. ഇല്ലെങ്കിൽ ഞാൻ 12 മണിയെങ്കിലും ആവും മിനിമം വീട്ടിൽ കയറാൻ, ഇല്ലെങ്കിൽ 2-3 മണിയൊക്കെയാണ്. ഞാനിപ്പോൾ 5 മണിക്ക് മുമ്പേ വീട്ടിൽ കയറും. അത് അങ്ങനെ ഒരു ലൈഫിലേക്ക് മാറി എൻ്റെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങാന്ന് ഇപ്പോൾ ഇവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി സാറ്റിസ്ഫൈഡ് ആക്കി കൊണ്ടുവന്ന്. അഭിനയിക്കാൻ ഇപ്പോൾ ഇവൾക്ക് ഇപ്പോഴും അറിയില്ലല്ലോ ഏതാ ഫസ്റ്റത്തെ ഷോർട്സ് കണ്ടാൽ മനസ്സിലാവും. കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ റസ്താൻ നിങ്ങൾ കുറേ മുമ്പ് നിങ്ങളും വേറൊരു കാക്കയും കൂടി പേരറിയില്ല, 2 ആളും ഉണ്ടായിരുന്നല്ലോ. ആ കാക്ക ഇപ്പോൾ എവിടെ? ഇപ്പോഴത്തെ വീഡിയോ ഒന്നും ആ കാക്കാനെ കാണുന്നില്ല. ആ കാക്ക ഇപ്പോൾ ക്യാമറമാനാണ്, എന്തോ ഒരു പേരിൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ. മുമ്പ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, പുള്ളി ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാത്തത്. നിലവിൽ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം കഴിഞ്ഞ്. പക്ഷേ ഇതെനിക്കൊരു സാറ്റിസ്ഫൈഡ് ചോദ്യങ്ങളും ഉത്തരങ്ങളും അല്ല. ഹംബിൾ ഓഫ് ദ ലീഡിങ്. നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇനിയും അല്ല ചോദിച്ചത് ഓക്കെ. അറിയാത്തവർക്ക് ഇപ്പോൾ ഇതും അറിയാമല്ലോ, അറിയാത്തവർക്ക് അറിയാനുള്ളൊരു വകുപ്പായി. ആൻഡ് ഇനി ഒന്നുകൂടി പുതിയ കണ്ടന്റുകൾക്കുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ എനിക്ക് ഒരുപാട് സംസാരിച്ചത് പറയാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചിലപ്പോൾ ഒരു ചോദ്യം കടക്ക് ചോദ്യമാണെങ്കിൽ അതിന് മാത്രമായിട്ട് എനിക്ക് വീഡിയോ ചെയ്യേണ്ടിയും വരും. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഇനിയും കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ലവ് സ്റ്റോറിയുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ആൽബത്തിനെ കുറിച്ചോ ആൽബത്തിൽ ഇടയിൽ സംഭവിച്ചതിനെ കുറിച്ചോ വേറെ എന്തൊക്കെ ചോദിക്കാം. മുമ്പൊക്കെ ചോദിക്കായിരുന്നു ഏതെങ്കിലും നായികയുടെ ക്രഷ് തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതിനുള്ള ഉത്തരമൊന്നും നിങ്ങൾ ഇനി ചോദിച്ചാൽ ഞാൻ പറയാട്ടാ, ഇപ്പം പറയുന്നില്ല. പിന്നെ അങ്ങനെ പേഴ്സണൽ ചോദിക്കടാ. നിങ്ങൾ റിസുവിന് ക്രഷ് ഉണ്ടായിരുന്നോ, ലവർ ഉണ്ടായിരുന്നോന്ന്. പക്ഷേ ട്രൂ ഓർ എന്ത് ഫെയറോ ഫേക്കാ അതൊക്കെ കളിക്കാം. ആ പുള്ളിന്ന് ഇങ്ങനെ ഇല്ലെങ്കിൽ എനിക്ക് ഹിപ്നോട്ടിസൊക്കെ അറിയാം. ഞാൻ അതൊക്കെ വേറെ കഥകളുണ്ട് കുറേ. അതിനൊക്കെയുള്ള വീഡിയോ നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യും. അപ്പോൾ ആരും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ലൈവിലൊക്കെ വരുമ്പോൾ നല്ല ജാടയുണ്ടല്ലേ എന്ന് പറയും. എൻ്റെ പൊന്നു മച്ചാൻ, എന്നെ കണ്ടാൽ ജാടയായിട്ട് തോന്നുമോ? എന്ത് സിമ്പിളാടാ, ഞാൻ ജാടയിടാൻ മാത്രം സെലിബ്രിറ്റി അല്ലടേ. ഞാൻ കുറച്ച് സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം അതും ഇല്ലടേ. ഇപ്പം ഞാൻ എൻ്റെ വൈഫിൻ്റെ മുമ്പിൽ അഭിനയിക്കുന്നതേ ഉള്ളൂ, ഇല്ലടേ. അപ്പോൾ ശരി ഗൈസ്, നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരും. ഞങ്ങൾക്കൊരു നോമ്പ് പറയുന്നുണ്ട്, പക്ഷെ അത് ഞാൻ വ്ളോഗായിട്ട് ഇടൂല. കാരണം എനിക്ക് വേറൊരു നോമ്പ് പറയുന്നുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ. ഇവർ ആ ഫാമിലിയുടെ അവിടെ വിട്ടിട്ട് വേണം എനിക്ക് ആ നോമ്പറൊക്കെ എത്താൻ. സമയം 6 മണിയാവാനായി. അത് മാത്രമേ ഇവള് പറയുന്നുള്ളൂ. എന്താണെന്ന് എനിക്കൊരു പിടിയില്ല. എൻ്റെ സുലായി ഞാൻ പറയാണ്ട് പോവില്ല. അപ്പോൾ ശരി ഗൈസ്, വീണ്ടും കാണുന്നവരേക്കും സുലായി.